സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. പടിയിറങ്ങേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് അഭയമായി ഉദിനൂർ യൂണികോം എജിക്കം സെന്റർ. യൂണിക് ഭാരവാഹികൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പഠന സൌകര്യമൊരുക്കി സ്വീകരിച്ചു. ഉദിനൂർ സൌത്ത് ഇസ്ലാമിയ ALP സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടേണ്ടി വന്നു. ഇതറിഞ്ഞ ഉദിനൂർ യൂണിക് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിക് എജുകോം സെന്റർ ഭാരവാഹികൾ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിത്തം തുടരാൻ താൽക്കാലികമായി യൂണിക് എജുകോം സെന്റർ കെട്ടിടത്തിൽ സൌകര്യമൊരുക്കി സാമൂഹ്യ പ്രതിബദ്ധത കാട്ടി. കുട്ടികളെയും അധ്യാപകരെയും സ്വീകരിക്കുകയും ക്ലാസുകൾ തുടങ്ങുകയും ചെയ്തു. ഇന്നു മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുവത്തൂർ AEO സദാനന്ദൻ അവരുടെ സഹകരണത്തോടുകൂടി AEO ഓഫീസിലെയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടുകൂടി ഉദിനൂർ സൌത്ത് ഇസ്ലാമിയ ALP സ്കൂളിന്റെ രക്ഷിതാക്കളുടെയും PTA കമ്മിറ്റിയുടെയും സ്റ്റാഫിന്റെയും വിദ്യാർത്ഥികളുടെയൊക്കെ സഹകരണത്തോടുകൂടി ഇന്ന് യൂണിക് എജുകോം സെന്ററിൽ നമ്മുടെ പ്രവർത്തനം താൽക്കാലികമായി ആരംഭിക്കുകയാണ്. ഉദിനൂർ എജുകോം സെന്ററിൽ നടന്ന ലളിതമായ ചടങ്ങിൽ യൂണിക് ഭാരവാഹികളും നാട്ടുകാരും SYS പ്രവർത്തകരും ഒത്തുകൂടി. AK കുഞ്ഞബ്ദുള്ള, T അബ്ദുള്ള മാസ്റ്റർ, AB അബ്ദുള്ള മാസ്റ്റർ, TP മഹമ്മൂദ് ഹാജി, TC മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് ബസ് ജീവനക്കാരും മുതലാളിമാരും അധികൃതരുമായി ചർച്ച നടത്തി. 2 ദിവസത്തിനകം പ്രവൃത്തി ആരംഭിക്കുമെന്ന് അധികാരികൾ. അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളികൾ.